വ്യത്യസ്തമാക്കേണ്ട ലോസ് ഓഫ് ഇൻഡീസസ്, എക്സ്പോണൻഷ്യൽ തിയറി, അതൊക്കെയാണെന്ന് നോക്കാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം ഇൻറ്റു എൻ, ബി ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ. രണ്ടിനും കോമൺ ആണ് തന്നെ. ഹോൾ റൈസ് ടു എ ബൈ ബി ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എൻ ബൈ ബി റൈസ് ടു എൻ, എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു 5. ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. പവേഴ്സ് n ഈക്വൽ ടു 5 പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. എക്സ് റൈസ് ടു 5 ഈക്വൽ ടു 3 റൈസ് ടു 5. ഇവിടെ പവേഴ്സ് തുല്യമാണ് 5 5. അങ്ങനെയാണെങ്കിൽ ബേസ് ഇക്വേറ്റ് ചെയ്യാം. ബേസ് തുല്യമാണെങ്കിൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ പവേഴ്സ് തുല്യമാണെങ്കിൽ ബേസ് ഇക്വേറ്റ് ചെയ്യുക. എ റൈസ് ടു മൈനസ് എന്നിനെ നമുക്ക് 1 ബൈ എ റൈസ് ടു എൻ എന്ന് എഴുതാം. 1 ബൈ എ റൈസ് ടു എന്നിനെ എ റൈസ് ടു മൈനസ് എൻ എന്ന് എഴുതാം. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 1 ബൈ 2. ക്യൂബിക് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 1 ബൈ 3. ക്യൂബിക് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 1 ബൈ 3. ക്യൂബിക് റൂട്ട് ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 1 ബൈ 3. ഫിഫ്ത്ത് റൂട്ട് ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 1 ബൈ 5.